ഓലയിലും ഉബറിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഓട്ടോ ആണ്. കാരണം കാർ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ചീപ്പാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു പണി കിട്ടി. എന്താണെന്നല്ലേ, കാണിച്ചു തരാം. ആമസോണിൽ ഉബറിൻ്റെ ഒരു ക്യാഷ് ബാക്ക് റിവാർഡ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്നത്തെ പേയ്മെൻറ്റ് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഉബറിൽ കയറി പേയ്മെൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആമസോൺ പേ സെലക്ട് ചെയ്തപ്പോൾ ഇതേ കാണിക്കുന്ന എറർ. അതായത് ഈ ട്രിപ്പിന് ക്യാഷ് പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യണം. ഞാൻ വിചാരിച്ചു ഇനി ആമസോൺ പേയുടെ ഇഷ്യൂ എന്ന് വിചാരിച്ച് ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് നോക്കി. പക്ഷേ അതിനും സെയിം ഇഷ്യൂ തന്നെ വന്നത്. സോ ഇതിനെക്കുറിച്ച് ഉബർ ഡ്രൈവറോട് വെച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉബർ അവർക്കിടെ കമ്മീഷൻ ബേസ്ഡ് മോഡലിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലിലേക്ക് മാറി. സോ അതുകൊണ്ട് തന്നെ ഉബർ ഇനി മുതൽ പേയ്മെൻറ്റ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്തില്ല. അതിന് പകരം നമ്മൾ ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് എല്ലാം ഡ്രൈവറിൻ്റെ UPI IDയിലായിട്ടോ അതോ ക്യാഷ് ആയിട്ടോ അയക്കണം. സോ ഉബറിൻ്റെ ഈ ഒരു പ്ലാന്റ് ചേഞ്ചിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂരിൽ നമ്മയാത്ര എന്ന് പറഞ്ഞൊരു ആപ്പ് വന്നു. സോ ആ ആപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉബറിനെ പോലെ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനല്ല, അവർക്ക് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ്. സോ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോ ഡ്രൈവേഴ്സിന് ഡെയിലി ഓർ വീക്കിലി അവർക്കിടെ സർവീസ് സബ്സ്ക്രൈബ് ചെയ്യാം. സോ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓട്ടോ ആവശ്യമുള്ള ഒരാളെ ഈ ഒരു ആപ്പ് വഴിയായിട്ട് ഡ്രൈവറായിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ അതിൽ പറഞ്ഞ റുപ്പീസ് എന്താണ്, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 60 രൂപയാണെങ്കിൽ 60 രൂപ ഡയറക്റ്റായിട്ട് ഓട്ടോ ഡ്രൈവറിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. സോ അവിടെ കമ്മീഷനോ GSTയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് ഫീയോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ട്രിപ്പിൽ കട്ടാവുന്നില്ല. അതിന് പകരമായിട്ട് സിംഗിൾ സബ്സ്ക്രിപ്ഷൻ അൺലിമിറ്റഡ് ട്രിപ്സ്. സോ അതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിപ്പിൻ്റെ എല്ലാ എമൗണ്ടും നിങ്ങൾക്ക് വേറെ അതിൽ ഇത്ര % കമ്മീഷൻ, ഇത്ര % GST അല്ലെങ്കിൽ വേറെ ഹിഡൻ ആയിട്ടുള്ള ഒന്നുമില്ല. സോ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ മിക്ക ഓട്ടോ ഡ്രൈവേഴ്സും ഉബർ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മയാത്ര എന്ന് പറഞ്ഞ ആപ്പിലേക്ക് മാറി. സോ അതുകൊണ്ട് തന്നെ ഉബറിൻ്റെ മാർക്കറ്റ് ഷെയർ ഭയങ്കരമായിട്ട് കുറഞ്ഞു. സോ അവർക്കിടെ മാർക്കറ്റ് ഷെയർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉബർ കമ്മീഷൻ ബേസ്ഡ് മോഡൽ ഇപ്പോൾ ഉപേക്ഷിച്ച് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ്, അതായത് നമ്മയാത്ര എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലായിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോ ഡ്രൈവേഴ്സിന് ഫുള്ളായിട്ടുള്ള ആ ഒരു ട്രിപ്പിൻ്റെ എമൗണ്ട് കിട്ടും, സെപ്പറേറ്റ് ആയിട്ട് കമ്മീഷനായിട്ടോ ഒന്നും പോകത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു സർവീസ് മാത്രമായിരിക്കുള്ളൂ. അതായത് ഉബർ ഇപ്പോൾ ഒരു ഓട്ടോ വേണ്ട ആളെ അവർക്കിടെ ആപ്പ് വഴിയായിട്ട് ഓട്ടോ ഡ്രൈവേഴ്സായിട്ട് കണക്ട് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉള്ളതുപോലെ ഉബർ ആയിരിക്കില്ല പ്രൈസിങ് കൺട്രോൾ ചെയ്യുക. സോ ഇതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണോ അതോ സർചാർജ് എങ്ങനെയാണോ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും യാത്ര എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ getYatra.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് പോവുക. സോ അതിൽ അവർക്കിടെ ഡീറ്റെയിൽസ് എല്ലാം നല്ല വൃത്തിയായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഓപ്പൺ ഡാറ്റ എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. ആ ഒരു ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൾ ടൈം കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രിപ്പ് സെർച്ചസ് അതുപോലെ തന്നെ റവന്യൂ എല്ലാം നല്ല വൃത്തിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എറണാകുളം റീജിയൻ അവിടുത്തെ ട്രിപ്പും ഇതുവരെ എത്ര യൂസേഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എത്ര ഡ്രൈവേഴ്സ് ഇതുവരെ രജിസ്റ്റർ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എനിക്കൊന്ന് ഉബറിനേക്കാളും ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് അവരിക്കണം. പിന്നെ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ആപ്പ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അതിലൊരു QR കോഡ് വരും, അതിൽ സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ആപ്പിലേക്ക് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ പോയിട്ട് യാത്രി എന്ന് പറഞ്ഞ സ്ട്രിങ് വെച്ച് സെർച്ച് ചെയ്യാം. യാത്രി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് കിട്ടും. സോ ഉബറിൽ വന്ന ചേഞ്ചസും യാത്രി എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചുള്ളൊരു ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.